പാടി വൈബ് അടിച്ച് അമ്പലത്തിലേക്ക് പോവാൻ കേട്ടോ. പാട്ട് കേൾക്കാണ്ട് വണ്ടി ഓടിക്കാനായിട്ട് എന്തോ ഒരു കുറവ് പോലെയാണ്. അപ്പം നമ്മൾ തന്നെ പാട്ട് പാടി അങ്ങ് വിട്ടു. അമ്പലത്തിൽ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ നല്ല ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. പിറ്റേ ദിവസം ആനയൂട്ടായതുകൊണ്ട് ആനകൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആനകളെ കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ആനകൾ വന്നിട്ടുണ്ടായിരുന്നു, 2-3 ഒക്കെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആനകളെ ഇങ്ങനെ തൊട്ടടുത്ത് പോയി നിന്ന് കാണുന്നത്. അല്ലാണ്ട് നമ്മുടെ അവിടേക്ക് ഉത്സവത്തിന് ആനേനെ ദൂരെ നിന്ന് കാണും, ഉത്സവം കഴിയുമ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതിപ്പോൾ ഇവൾ തന്നെ ആനയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു നീ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തോളാനായിട്ട്. ആനകളാണെങ്കിലോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പോസ് ചെയ്ത് തരായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ല, അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ ഫോട്ടോ വേണോ എടുത്തോ എന്നുള്ള രീതിയിൽ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടോ. അവിടെ സേവ നടക്കുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചു നേരം കേട്ട് അവിടെ അങ്ങ് നിന്നു. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊന്നും ഞാൻ ഇതുപോലെ സേവ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് കൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നാദസ്വരമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിന് ഭഗവാനെ പുറത്ത് കൊണ്ടുവന്ന് ആനയുടെ മുകളിൽ ഇരുത്തിയിട്ട് നാദസ്വരം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുമെന്ന്. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അത് കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ഉത്സവത്തിന് വരുന്നത് എന്തിനാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഫുഡ് സ്റ്റോളിൻ്റെ അങ്ങോട്ടേക്ക് വിട്ടു. നമ്മൾ 5 കോളിഫ്ലവർ ബജി ഓർഡർ ചെയ്തിട്ടോ. അത് നമ്മൾ കുറച്ച് കഴിച്ചു. പിന്നെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുത് അമൃത ആയതുകൊണ്ട് അമൃതയ്ക്ക് കുറച്ച് കൂടുതൽ അങ്ങ് കൊടുത്തു. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ സേമിയ പായസം. നമ്മുടെ നാട്ടിൽ സേമിയ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർമസിലി ഇട്ടിട്ട് വെളുത്ത കളറുള്ള പായസമാണ്. ഇതല്ല കേട്ടോ. അടിയുണ്ട്, വെർമസിലി ഉണ്ട്, കടലപ്പരിപ്പ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഒരു പായസമാണ്, ശർക്കര ഇട്ടിട്ടുള്ള പായസമാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കുടിച്ചു. പിന്നെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ കുറച്ച് കുടിച്ചപ്പോൾ തന്നെ തലയ്ക്ക് ഇങ്ങനെ മട്ടിക്കാൻ തുടങ്ങി. ബാലൻസ് ഞാൻ ശ്രുതിക്ക് കൊടുത്തു, നീ കുടിച്ചോന്നും പറഞ്ഞിട്ട്. ബാക്കി ഫുഡ് ആയിട്ട് നമുക്ക് നാളെ ആക്കാമെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ.